ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ ഈ ചാനലിൻ്റെ ആദ്യം ഒരു കോഡ്കോപ്റ്റർ ഫ്ലൈങ് വീഡിയോ ചെയ്തു. സോ കുറച്ച് പേര് പറഞ്ഞു ഒരു കോഡ്കോപ്റ്റർ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ. ആ ഒരു നിർദ്ദേശം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഒരു കോഡ്കോപ്റ്റർ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ സംസാരിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കാണാം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു കോഡ്കോപ്റ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് 1400 kVയുടെ ബ്രഷ്ലെസ് മോട്ടറാണ്. ഇങ്ങനത്തെ 4 മോട്ടറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ബാറ്ററി 2200 mAh 35C 11.1 വോൾട്ട് ബാറ്ററിയാണ്. ലിപ്പോ ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സപ്ലിമെന്ററി ആണ്. നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ബോർഡിലോട്ട് ബാറ്ററിയിൽ നിന്ന് കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ബോർഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വോൾട്ട് എത്ര വോൾട്ട് ബാലൻസ് ബാറ്ററിയിലുണ്ട് എന്ന് നമുക്ക് റിസീവ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഇതിലോട്ട് കണക്ട് ചെയ്യാം. ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബസർ അടിക്കും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ബാറ്ററി കഴിയാനായിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. സോ നമുക്ക് കോഡ്കോപ്റ്ററിനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഈ ബസർ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യണം? ഈ ബസർ ഈ ബാറ്ററിയുടെ ചാർജ് ചെയ്യുന്ന അതേ കേബിൾ വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ടാവും. ഇത് നമുക്കൊരു 8 സെല്ല് ബാറ്ററി വരെ 8S ബാറ്ററി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 8S തന്നിട്ടുണ്ട്. 8S ബാറ്ററി 8 സെല്ല് ബാറ്ററി വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ഇതിവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്ററിയുടെ ഈ ഭാഗത്ത് കാണുന്നതാണ് ഇതിൻ്റെ നെഗറ്റീവ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നെഗറ്റീവ് കേബിൾ നമ്മൾ ഇതാണ് ഇവിടെ ഇതുപോലെ കണക്ട് ചെയ്യും. ഇതിൽ ബസർ സൗണ്ട് അടിക്കും. നോക്കുമ്പോൾ കാണാം ഇതിൽ ഒരു സെല്ല് 4.06, രണ്ടാമത്തെ സെല്ല് 4.06, മൂന്നാമത്തെ സെല്ല് 4.09, എല്ലാം കൂടി 12.2 വോൾട്ട് ഇതിലിപ്പോഴുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരിക്കലും 3.3 ഒരു സെല്ല് 3.3 കുറവ് ഡ്രെയിൻ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ടോട്ടൽ 9.9 വരെ ഇത് താഴോട്ട് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബാറ്ററി വീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നമ്മുടെ ലിപ്പോ ബാറ്ററി, അതായത് 3 സെൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു ചാർജറാണ്. അപ്പോൾ ഇത് ബാറ്ററി കണക്ട് ചെയ്യാതെ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ, സോഴ്സ് ഓണാക്കി കഴിഞ്ഞാൽ ഇത് എല്ലാവരും ഗ്രീൻ ലൈറ്റ് ആയിട്ട് കാണിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 3 സെൽഫ്, ഇതിൽ 3 സെൽഫുണ്ട് ബാറ്ററി. 3 സെൽ ലിപ്പോ ബാറ്ററിയാണിത്. അപ്പോൾ അങ്ങനെ അത് കാണണമെങ്കിൽ ഇതിൽ ബാറ്ററി തന്നിട്ടുണ്ടാവും 3S എന്ന് തന്നിട്ടുണ്ടാവും. ബാറ്ററികൾ 3S എന്ന് തന്നിട്ടുണ്ടാവും. ഇതിൽ കാണിച്ചിട്ടില്ല. എന്നാൽ ഇത് നമുക്ക് ഇവിടെ ഈ സ്ലോട്ടിൽ ഇതുപോലെ കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ സെല്ലിനും ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിവിടെ റെഡായി കാണിക്കും. സെല്ല് ചാർജ് ആയി കഴിഞ്ഞാൽ ഇത് ഗ്രീൻ ലൈറ്റ് കാണിക്കും. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്മിറ്റേഴ്സ്. ഇവിടെ 2 ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഈ കോഡ്കോപ്റ്ററിനായി യൂസ് ചെയ്യാൻ പോകുന്ന ട്രാൻസ്മിറ്റർ ഫ്ലൈസ്കൈയുടെ FSC-T6B ആണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യണം. എപ്പോഴും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ട്രിം സെറ്റിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ FSI-6ന്റെ ഒരു ട്രാൻസ്മിറ്റർ ആണുള്ളത്. ഇത് LCD സ്ക്രീൻ ഉള്ളതാണ്. ഇത് ചെയ്യാൻ നമുക്ക് കമ്പ്യൂട്ടറിൽ കുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് കാലിബ്രേഷൻ അല്ലെങ്കിൽ എന്ത് ട്രിമ്മും സെറ്റിങ്സ് മൊത്തം ഈ LCD ഡിജിറ്റലായി ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് വെയിറ്റ്ലെസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ 10 ചാനൽ വരെ പോകും.
ഇത് രണ്ടും 6 ചാനൽ റിസീവേഴ്സ്. ഇതിൽ രണ്ടിലും 6 ചാനൽ റിസീവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് FlySky CT6Bയുടെ റിസീവറാണ്. ഇതിൽ 6 ചാനലാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത് KK2 ബോർഡാണ്. ഇതിലൊരു ചെറിയൊരു LCD സ്ക്രീൻ ഉണ്ടായിരിക്കും. ഇതിലാണ് നമ്മൾ KK ബോർഡ് ഇതിന്റെ സെറ്റിംഗ്സ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ വേറൊരു ബോർഡുണ്ട്, അർഡുകോപ്റ്ററിന്റെ ബോർഡാണ്. APM 2.8 ബോർഡാണ്. ഇതിൽ നമുക്ക് GPS സിസ്റ്റം തുടങ്ങി അങ്ങനെ അത്തരം കുറച്ചുകൂടി ഫീച്ചർ കൂടിയ ബോർഡാണ്. അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് എത്തിക്കുന്നു. ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 4 പ്രൊപ്പല്ലേഴ്സാണ്. ഇതിൽ 2 ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലേഴ്സും 2 ആന്റി ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലേഴ്സും. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇത് 10 ഇഞ്ച് 4.5 പിച്ച് പ്രൊപ്പല്ലേഴ്സാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ ആണോ ആന്റി ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ ആണോ തിരിച്ചറിയാൻ നോക്കാം. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ ഇവിടെ ഫസ്റ്റ് 10 കാണിച്ചിട്ടുണ്ട്, അത് പ്രൊപ്പല്ലറിന്റെ ഡയമീറ്റർ ആണ്. ഒരു 4.5 കാണിക്കുന്നത് പ്രൊപ്പല്ലറിന്റെ പിച്ച് ആണ്. അതായത് ഈ പ്രൊപ്പല്ലർ ഒരു റൊട്ടേഷൻ നടത്തുമ്പോൾ എത്ര മുമ്പോട്ട് ആക്സിലറേറ്റ് ചെയ്യുമെന്നാണ് ഈ പിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ. വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പല്ലറിന്റെ ഷേപ്പ് നോക്കുന്നത്. ഇത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു എയർഫോൾ ഷേപ്പ് ഉണ്ട്. അതായത് ഈ മുമ്പോട്ട് പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ ലീഡിങ് എഡ്ജ്, പൊങ്ങി നിൽക്കുന്ന ഭാഗമാണ് ട്രെയിലിംഗ് എഡ്ജ്. ഇവിടെ ഷാർപ്പ് അടിച്ച് വെക്കും. അപ്പോൾ ഈ മോട്ടർ എപ്പോഴും ഈ പ്രൊപ്പല്ലർ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷൻ വരിക ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലറാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിലൊന്ന് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൽ ഇങ്ങോട്ടാണ് ഒരു താഴ്ന്ന ഭാഗം, ഇങ്ങോട്ട് പൊങ്ങിയ ഭാഗമാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പൊങ്ങിയ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു ആന്റി ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ ആയിരിക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ESC. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 30 ആംപിയർ ESC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. ഇത് നമ്മൾ ഫ്ലൈറ്റ് ബോർഡിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ്. ഇവിടെ 3 വയർ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. ഈ 3 വയർ നമ്മൾ മോട്ടറിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ഓൾറെഡി അസംബിൾ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഫ്രെയിമാണ്. അപ്പോൾ ഈ ഫ്രെയിം നമുക്ക് ഓൺലൈനിൽ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ മോട്ടേഴ്സ് കണക്ട് ചെയ്യും. ഇതുപോലെ മോട്ടേഴ്സ് കണക്ട് ചെയ്യും. മോട്ടേഴ്സ് കണക്ട് ചെയ്തതിന് ശേഷം ESCയെ നമ്മൾ ഓരോ മോട്ടറിലും ഇവിടെ തന്നിട്ടുള്ള പോലെ ESCനെ ഓരോ മോട്ടറിലും നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഈ മോട്ടർ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും തിരിയുന്ന മോട്ടറാണ്, റൊട്ടേറ്റ് ചെയ്യുന്ന മോട്ടറാണ്. അപ്പോൾ ഇവിടെ ഇത് കണക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് തിരിയുന്നത് ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആണ് ആവശ്യമെങ്കിൽ ഇതിന്റെ 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കണക്ട് ചെയ്താൽ റൊട്ടേഷൻ മാറ്റാവുന്നതാണ്. ഈ 4 ESCയും നമുക്ക് ഒരു ബാറ്ററിയിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ESCയും ഇതുപോലെ നെഗറ്റീവും പോസിറ്റീവും കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് സോൾഡർ ചെയ്യണം. ഒരുമിച്ച് സോൾഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പിന്ന് മേടിക്കാൻ കിട്ടും. ആ പിന്ന് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. ഇവിടെ ഞാൻ സോൾഡർ ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സോൾഡർ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 4 ESC ഒരുമിച്ച് ബാറ്ററി. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള 1400 kV മോട്ടോഴ്സാണ്. മിനിമം 1000 kV മോട്ടോഴ്സ് എങ്കിലും ഇതിന് വേണം. ഈ ESC 30 ആംപിയർ ESC ആയതുകൊണ്ട് തന്നെ ഇതിന് 1400 മുകളിൽ ഉള്ള മോട്ടോഴ്സ് എടുക്കാൻ ശ്രദ്ധിക്കാം. കാരണം കൂടുതൽ കറണ്ട് ഈ ESC ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ESC കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു
നമ്മൾ KK ബോർഡ് വെച്ച് നമ്മളിത് ചെയ്യുന്നത്. ഈ KK ബോർഡ് നമ്മൾ ഇതുപോലെ ഇവിടെ സെൻറ്ററിൽ ഫിക്സ് ചെയ്യുക. വെയ്റ്റ്സ് നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിലും അധികം സെൻറ്ററിൽ ആഡ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടമാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ മോട്ടറിനെ മാർക്ക് ചെയ്യണം. മോട്ടർ വെച്ച് ക്വാഡ്കോപ്റ്റർ ഈ മോട്ടർ ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഇതിന് കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യാൻ ഏതാണ് ഫസ്റ്റ് മോട്ടർ, സെക്കൻഡ് മോട്ടർ, ഇതിനാണ് 1, 2, 3, 4 5 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മോട്ടർ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ സൈഡിൽ, കേൾക്കുന്ന റൈറ്റ് സൈഡിൽ നമ്മൾ ഇത് കണക്ട് ചെയ്യണം. ഇതിൽ വൈറ്റ് എന്ന് പറയുന്നത് സിഗ്നലും റെഡ് വയർ എന്ന് പറയുന്നത് പോസിറ്റീവും ബ്ലാക്ക് വയർ എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ ഈ ബോർഡിൽ ഇവിടെയാണ് ഇത് ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നലാണ് വരുന്നത്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ്. ഫസ്റ്റ് മോട്ടർ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു, സെക്കൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ പിന്നിൽ നമ്മൾ കണക്ട് ചെയ്യും, തേർഡ് ഇവിടെ, ഫോർത്ത് ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതുപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾക്ക് റിസീവറിലോട്ടുള്ള പാർട്ടാണ് കണക്ട് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ 2 ജമ്പർ വയർസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബസർ ഉണ്ട്. ഇത് ഈ റിസീവറിൽ നമ്മൾ എന്തെങ്കിലും എറർ കാണിച്ചു കഴിഞ്ഞാൽ ബസ് ചെയ്യാനുള്ളതാണ്. അത് ഇത് നമ്മൾ ബോർഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ബോർഡിൽ കണക്ട് ചെയ്യാം. റിസീവറിൽ കണക്ട് ചെയ്യുമ്പോൾ റിസീവർ ഓൾറെഡി ബൈൻഡഡ് ആണ്. നമ്മൾ ഇത് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ബൈൻഡഡ് ആയിട്ടായിരിക്കും കിട്ടുക. അല്ലെങ്കിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബൈൻഡിങ് വേറെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൈൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ടാവും സിഗ്നലും പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഈ വയറിലും നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സിഗ്നലും റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവുമാണ്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചാനലിൽ ഇത് കണക്ട് ചെയ്യും. പിന്നെയുള്ള വേറെ ഇങ്ങനത്തെ വേറാണ്, അതായത് ഇവിടെ 3 എണ്ണം ഒരുമിച്ചും ഇത് സെപ്പറേറ്റഡുമാണ്. ഇത് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത് ഓരോ മോട്ടറിനെയും നമുക്ക് ഒരുമിച്ച് ഇതിൻ്റെ സിഗ്നലിൽ കണക്ട് ചെയ്യാം. ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് റിസീവർ, ഇവിടെ ഫിക്സ് ചെയ്തതാണ് റിസീവർ. ഇതിൽ ഫസ്റ്റ് ചാനലിൽ നമ്മൾ ഈ വയറാണ് കണക്ട് ചെയ്തത്. ഈ 3 എണ്ണം ഒരുമിച്ച് നേരത്തെ കാണിച്ച വയറാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ബോർഡിൻ്റെ ഫസ്റ്റിൽ ഇവിടെ കാണിച്ച പോലെ സിഗ്നൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് എസ് എന്നുള്ളത്. അവിടെ നമ്മൾ വൈറ്റ് വരാവുന്ന രീതിയിൽ ഫസ്റ്റത്തെ കണക്ട് ചെയ്യും. ഇതിൽ ഇങ്ങനെ സ്പ്ലിറ്റായി വരുന്ന വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത പോലെ തന്നെ റിസീവറിൽ കണക്ട് ചെയ്ത് ഫസ്റ്റ് ബ്ലാക്ക് റെഡ് വൈറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളിവിടെ സിഗ്നൽ ആവുന്ന രീതിയിൽ ഫസ്റ്റ് രണ്ടാമത്തെ ബ്ലാക്ക് പിന്നെ റെഡ് വൈറ്റ് എന്ന ലെവലിൽ കണക്ട് ചെയ്യും. ഇനി നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ആദ്യം ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യണം. ട്രാൻസ്മിറ്റർ ഓൺ ചെയ്ത് ഇവിടെ ലൈറ്റ് വെക്കും. അത് എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാറ്ററി തുറക്കുക. ഇനി ഇത് നമ്മൾ ചെയ്യാനുള്ളത് ഫസ്റ്റ് മെനു പോയി നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. എല്ലാം ഓക്കെ കഴിഞ്ഞാൽ ബാക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്കോപ്റ്റർ എക്സ് മോഡാണ്. അപ്പോൾ നമ്മൾ ക്വാഡ്കോപ്റ്റർ എക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എക്സ് അടിക്കുക. അപ്പോൾ ഇവിടെ കാണിക്കും മോട്ടറിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കും.
ഫസ്റ്റ് മോട്ടർ ക്ലോക്ക് വൈസ്, സെക്കൻഡ് മോട്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ്, തേർഡ് മോട്ടർ ക്ലോക്ക് വൈസ്, ഫോർത്ത് മോട്ടർ കൗണ്ടർ ക്ലോക്ക് വൈസ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെയാണ് ഇതിൽ എൻഷുർ ചെയ്യണം. ബാക്ക് അടിക്കുക. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ACC കാലിബ്രേഷൻ ചെയ്യാം. ആക്സിലോമീറ്റർ കാലിബ്രേഷൻ ചെയ്യുക. ഇപ്പോൾ പ്രോസസ് ചെയ്യുന്ന കാലിബ്രേറ്റിംഗ് കാണിക്കും. ESC കാലിബ്രേഷൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ആദ്യമായി നമ്മൾ ത്രോട്ടിൽ ഫുള്ള് റൈസ് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്മിറ്റർ ഓൺ ചെയ്യുക. ട്രാൻസ്മിറ്റർ ഓൺ ചെയ്തതിന് ശേഷം ഈ 2 ബട്ടൺ നമ്മൾ ഞെക്കി പിടിക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യും. 2 ബട്ടൺ ഞെക്കി പിടിക്കും. ബാറ്ററി നമ്മൾ കണക്ട് ചെയ്യുന്നു. ഒരു ബീപ്പ് വരുമ്പോൾ നമ്മളിത് താത്തുന്നു. അപ്പോൾ 3 ബീപ്പ് വരും. അതിനുശേഷം പെട്ടെന്ന് റിലീസ് ചെയ്യും. ഇപ്പോൾ AC കാലിബ്രേറ്റർ ആയിട്ടുണ്ട്. ഈ നമുക്ക് ഇവിടെ ബാറ്ററി കൂടി ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്യുക. എപ്പോഴും ചെയ്യുമ്പോൾ ട്രാൻസ്മിറ്റർ ആദ്യം ഓൺ ചെയ്തതിന് ശേഷം ക്വാഡ്കോപ്റ്റർ ബാറ്ററി കണക്ട് ചെയ്യുകയും ക്വാഡ്കോപ്റ്റർ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്മിറ്റർ ഓഫ് ചെയ്യുകയും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ മോട്ടർ ലേഔട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഈ ലേഔട്ട് ഓപ്ഷനിൽ നമ്മൾ മോഡ് സെലക്ട് ചെയ്യണം. മോഡിൽ ഇവിടെ ഓക്സ് എന്നുള്ളത് നമ്മൾക്ക് ഓക്സിലറി കേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിലറി കേബിൾ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിവിടെ സെൽഫ് ലെവൽ സെറ്റിങ്സിൽ ഓൾവേസ് ആക്കാം. പിന്നെ ഇവിടെ ഇനി റിസീവർ ടെസ്റ്റിലോട്ട് വരാം. റിസീവർ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് ആം ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ത്രോട്ടിൽ എപ്പോഴും 0 ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം റഡർ, എലവേറ്റർ, എൽറോൺ വേരിയേഷൻ ഉണ്ട്. എല്ലാം 0-യിലല്ല. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ട്രിം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറോ ആക്കിയതിന് ശേഷം ബാക്ക് അമർത്തി നമുക്കിത് ത്രോട്ടിൽ ചെയ്തിട്ട് ആം ചെയ്യാം. ആം ചെയ്യണമെങ്കിൽ ത്രോട്ടിൽ ലെഫ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ ആമാവും. അപ്പോൾ ആമിൽ നിന്ന് കോഡ് വരും. എന്നിട്ട് നമുക്ക് എല്ലാ മോട്ടറും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വരും. ഡിസാം ചെയ്യണമെങ്കിൽ റൈറ്റിലോട്ടാക്കി ഡിസാം ആക്കുക. അപ്പോൾ മാത്രമേ ഡിസാംഡ് ആവുള്ളൂ. അതിൻ്റെ ശേഷം മാത്രം ഇത് റിലീസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ കറങ്ങി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അതിനുശേഷം പ്രൊപ്പല്ലർ നേരത്തെ പറഞ്ഞ പോലെ ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസ് പ്രൊപ്പല്ലർ ആൻറ്റി ക്ലോക്ക് വൈസിലും വെച്ചതിന് ശേഷം നമ്മൾ ആം ചെയ്യുക. ആം ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഇത് റൊട്ടേഷനും അതിൻ്റെ സെറ്റിങ്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പോയി ഫ്ലൈ ചെയ്ത് നോക്കാം.